കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പിയിലേക്കുള്ളതായിരിക്കുന്നൊരു വഴിയാത്ര. കേരള ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്തിരുന്നതായിരിക്കുന്ന ജോഷി ഐച്ചീരൻ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായൊരു ദേവദാസൻ. നാളുകളായി കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളത്. എന്നാൽ പല പ്രാവശ്യം താൻ കേട്ട ശബ്ദത്തിൻ്റെ മുൻപിൽ വേണ്ടതുപോലെ ചെവി കൊടുക്കുവാൻ ശ്രമിച്ചില്ല. ഒരു ദിവസം കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പിയിലെ തൻ്റെ ഓഫീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിനോട് അടുക്കുന്ന സമയത്ത് ഒരു കാക്കക്കുഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ തൻ്റെ ചിറകുകളിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിറകുകളിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മനസ്സിൽ കാണാൻ കൗതുകമുള്ളതാണെങ്കിൽ തന്നെയും തൻ്റെ ഹൃദയത്തിനകത്തൊരു സംശയം, ആ വഴിയോരത്തെ വെള്ളത്തിനകത്ത് ഇങ്ങനെ കൈയിട്ടടിച്ചാൽ അല്ലെങ്കിൽ ചിറകിട്ടടിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തായിത്തീരും? എന്നാൽ തൻ്റെ സമയം താൻ അതിനുവേണ്ടി വേർതിരിക്കാതെ പോയി. അല്പം മുൻപോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിനൊരു വേദന. തിരിച്ചു വന്നു. വൺ വേ ആയതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ ആ സ്ഥലത്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്: തൂവലുകളുടെ കുറച്ച് ഭാഗവും അരഞ്ഞ് കിടക്കുന്ന കാക്കയും. ഭാരത സുശിക്ഷീകരണത്തിൽ 2012 പെനിയൽ മിഷൻ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ആരംഭിക്കുവാൻ ദൈവം വേദന കൊടുത്ത് ഇറക്കിയ ദൈവദാസനായി ദൈവത്തിന് സ്തോത്രം. വിശദമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം 48 മിഷണറിമാർ ഭാരതത്തിൻ്റെ ആന്ധ്ര, തെലങ്കാന, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ മിഷൻ ഫീൽഡുകളിൽ കർത്തൃവേലയിൽ ആയിരിക്കുന്നു. ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന മിഷൻ ഫീൽഡുകളുടെ ഒരു ചെറിയ രൂപം എൻ്റെ പ്രസംഗത്തിൻ്റെ ചില വരികളിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. HIV ബാധിതരായിട്ടുള്ള എയ്ഡ്സ് രോഗികൾ, കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾ, മുക്കുവരായിട്ടുള്ള ട്രൈബൽ ബെൽറ്റിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രതികൂലങ്ങളുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും. 55 സഭകൾ കൂടിവരവുകൾ കൃപയാൽ അനുഗ്രഹകരമായി പല ഭാഷകൾ സംസാരിക്കുന്ന, പല ലോക്കൽ ഭാഷകൾ സംസാരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നാനപ്പെട്ട സഭയോട് ചേർന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ അവസാനിച്ച് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഓർക്കുമ്പോഴൊക്കെ സാധുക്കളായി ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ, വിനയത്തോടെ, താഴ്മയോടെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ കൃപയാൽ എനിക്ക് നൽകി തന്ന വലിയ പദവിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. വന്യ വൈദിക ശ്രേഷ്ഠർ, അനുഗ്രഹീതരായിരിക്കുന്ന പാസ്റ്റർമാർ, സഭയുടെ മൂപ്പന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ, കൂടി വന്നിരിക്കുന്ന ദൈവസമൂഹം, എല്ലാവർക്കും കർത്തനാമത്തിലുള്ള സ്നേഹവന്ദനം. എനിക്കറിയാം, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ യോഗ്യനായ ഒരു മനുഷ്യനല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ചിന്തയുടെ തലക്കെട്ട് തന്നെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. God has called me when I was abandoned. ഉപേക്ഷിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, സാധ്യതയില്ല എന്ന് ലോകം പറഞ്ഞപ്പോൾ the victory for the abandoned, ജയം തരുവാൻ കഴിയുന്നൊരു ദൈവം വിളിച്ചാൽ പിന്നെ ജയിപ്പിക്കുന്നവൻ തന്നെയാകട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുവാൻ കർത്തൃദാസന് പ്രിയപ്പെട്ട റോയ് ചാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് കർത്തൃവേല ചെയ്യുന്ന ഒരു സുവിശേഷകരുടെ മാതാപിതാക്കളുടെ മകനായി ജനിക്കാൻ ദൈവം എനിക്ക് വലിയ ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ പിടിച്ച പുസ്തകം പിടിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പൻ പഠിപ്പിച്ച ചിലരിനകത്തിരിപ്പുണ്ട്, എൻ്റെ അപ്പൻ്റെ സ്നേഹിതരിനകത്തിരിപ്പുണ്ട്. ഞാനിപ്പോൾ അവരെയൊക്കെ ഇവിടെ കാണുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമാണ്. KTMCCയിൽ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നന്നായിട്ടറിയാം, ഇവിടെ നിന്ന് വരുന്ന കത്തുകളും ഇവിടുന്ന് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക്, ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇവിടുന്ന് അയക്കുന്ന പണവും അത് കർത്തൃവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം അഭിമാനത്തോടെ പറയാൻ കഴിയും. നിങ്ങൾ അയച്ച പണത്തിൻ്റെ
ഒരു 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 ഭാഗമാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വേവിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് കത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അയച്ചതായിരിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് മാത്രമാണെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ പറയുന്നതിൽ ഇന്ന് രാത്രിയിൽ യാതൊരു മടിയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കട്ടെ. KTMCCയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ആത്മാർത്ഥമായി അറിയിക്കുന്നു. മാർത്തോമാ സഭയിലെ ഒരു കൺവെൻഷൻ പ്രസംഗം എന്ന നിലയിൽ എന്നെ ഇങ്ങോട്ട് അയക്കുവാൻ മനസ്സ് തോന്നിയ തിയോഡോഷ്യസ് തിരുമേനിയോടും മെത്രാപ്പൊലീത്ത തിരുമേനിയോടും അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ചുമതല വഹിക്കുന്ന എല്ലാ അഭിവന്യ തിരുമേനിമാരോടും പ്രിയപ്പെട്ട അച്ഛന്മാരോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘത്തിന് ചുമതല വഹിക്കുന്ന കർത്തദാസന്മാരോടും പ്രിയപ്പെട്ടവരുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതിന് അവസരങ്ങൾ ഒരുക്കി തന്ന KTMCCയുടെ ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്ന ഈ ചുമതലയ്ക്ക് ഭാഗമായിരിക്കുന്ന മാർത്തോമാ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന കർത്തദാസന്മാരോടും പ്രിയപ്പെട്ടവരുള്ള നന്ദി, സ്നേഹം, കടപ്പാട് ആത്മാർത്ഥമായി അറിയിക്കട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. പ്രാർത്ഥിക്കാം. യേശുവേ, ഒരു വാക്കു മതി. ഹല്ലേലൂയ. എൻ്റെ ജീവിതം മാറിയിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി ചിക്കുന്നു. യേശുവേ, പ്രിയനേ, നിന്റെ മൃദുസ്വര കേൾപ്പിക്കണേ. ചേർന്ന് നമുക്ക് പറയാം. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കും. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ ഒരു പ്രാവശ്യം കൂടെ പറയാം. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ വെറുതെ പാടിയതല്ല. മാറ്റം വരുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ തിരുത്തുവാൻ, ഞങ്ങളെ ഒരുക്കുവാൻ, ഞങ്ങളെ ക്രമീകരിക്കുവാൻ അങ്ങയുടെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് രാത്രി അതോടെ ക്രിയ ചെയ്യാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പാസ്റ്റർമാരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എത്ര അനുഗ്രഹമാണ്. മൂപ്പന്മാരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എത്ര അനുഗ്രഹമാണ്. ഞങ്ങളുടെ അച്ഛന്മാരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എത്ര അനുഗ്രഹമാണ്. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അവിടെയല്ലോ യഹോവ ശാശ്വതമായിട്ടുള്ള അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, KTMCCക്കായി നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു ആശയം കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. NECKയുടെ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ALCയുടെ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ELCയുടെ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളിലൂടെ ഭാരതത്തിലെ സുവിശേഷീകരണത്തിന് വേണ്ടി അവർ ചെലവാക്കുന്നത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് അവിടുന്ന് ഉപയോഗിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നവരെയും അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അല്പസമയം ഞങ്ങൾ എല്ലാവരും കൂടെ നിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ബ്ലെസ്സൻ ബ്രദറിനെ ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചതിനായി സ്തോത്രം. കർത്താവേ, അടിയന് ലഭിച്ച ഒരു വലിയ പദവിയാണല്ലോ. നിന്റെ അഭിഷിക്തനോടുകൂടെ ചേർന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവം വലിയവനാണെന്ന് പറയാൻ അടിയനും തന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം കർത്താവേ. നിന്റെ മകനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാപ്തിക്കുന്ന കർത്താവേ, നീ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവെ, ചേർന്നിരിക്കട്ടെ. അടിയൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ 46 മിഷണറിമാർ കർത്താവെ കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ ഭാരത സുശേഷീകരണത്തിൽ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ അവരാരും കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലം വീതിക്കുന്ന ഒരു അപ്പൻ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. നീ മറക്കുന്ന ദൈവമല്ല, നീ ആരുടെയും കടക്കാരനല്ല കർത്താവേ. നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കിയ കർത്താവേ, നീ പാതാള ഗോപുരങ്ങൾ ജയിക്കാതെ വണ്ണം സഭയെ പണിയുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ സുരക്ഷിതരായി ഇപ്പോൾ. എന്നാൽ ഞങ്ങളുടെ പല പാസ്റ്റർമാരും ദൈവദാസന്മാരും ഇരുമ്പഴിക്കുള്ളിലാണ്. വഴി തുറക്കണം, പുറത്ത് കൊണ്ടുവരണം, ദൈവം പ്രവർത്തിക്കണം. കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം.
ചേർന്നിരിക്കട്ടെ. കൃപ കൂടി ഇരുന്നാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ബ്ലസ്സം ബ്രദറിനോടൊരു വാക്ക് ഞാൻ പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ പദവിയാണ് കർത്തദാസിനോടുകൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഞാൻ ചിലപ്പോഴും ഓർത്തു ഞങ്ങൾ തമ്മിലൊരു നല്ല കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. കാരണം ഒരുമിച്ച് ആ അവസാനത്തെ സെഷനൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ കൃപ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു. നിലമൊരുക്കി എനിക്ക് തന്ന കർത്തൃപ്രിയനാണല്ലോ കർത്താവിൻ്റെ ദാസൻ. ഇവിടെ ശുശ്രൂഷിപ്പാൻ, വചനം പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ദൈവദാസൻ അങ്ങനെ ഒരു നിലത്തെ ഒരുക്കി തന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെയുള്ള നന്ദി, സ്നേഹം, കടപ്പാട് ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. പ്രാരംഭ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വിക്ടറി ഫോർ ദി അനോയിൻറ്റഡ്. രണ്ടാമത്തെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വിക്ടറി ഫോർ ദി അപ്പോയിൻറ്റഡ്. ഇന്ന് രാത്രിയിൽ കൃപയിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിക്ടറി ഫോർ ദി അബാൻഡൻഡ്. ഞാൻ ഒന്ന് രണ്ട് വരികൾ ഒന്ന് കുറിച്ചു. ഈ അബാൻഡൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതത്ര നല്ല വാക്കല്ലാതെ ചിലപ്പോൾ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് പറയുന്ന ഒരു വാക്കാണ്, പുറത്താക്കപ്പെട്ടവർക്ക് പറയപ്പെടുന്ന ഒരു വാക്കാണ്, ത്യജിക്കപ്പെട്ടവർക്ക് പറയപ്പെടുന്നൊരു വാക്കാണ്, സാധ്യതയില്ല എന്ന് കണ്ട് തള്ളിക്കളയുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ് അബാൻഡൻഡ്. ബട്ട് അവർ ഗോഡ് ഈസ് ഗോഡ്. ആ വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഇംഗ്ലീഷിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. അവർ ഗോഡ് ഈസ് ഗോഡ്. നമ്മുടെ ദൈവം ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രായം നോക്കാതെ അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്. കഴിവ് നോക്കാതെ വേണം മോശയെ ഉപയോഗിച്ചത്. ഹൈറ്റും വെയ്റ്റും ജീവിത സാഹചര്യങ്ങളും നോക്കാതെ ദാവീദിൻ്റെ ശിരസിൻ്റെ മേൽ അഭിഷേകം ഒഴിച്ചത്. സ്ട്രക്ചറും പേഴ്സണാലിറ്റിയും നോക്കാതെ സക്കായിയെ കാട്ടത്തി മരത്തിൽ നിന്ന് ഇറക്കിയത്. പഴയത് തെരഞ്ഞു പോയി നോക്കാതെ വണ്ണം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് പൗലോസിൻ്റെ മേൽ കൃപ വ്യാപരിച്ചത്. പ്രൊഫഷൻ നോക്കിയിരുന്നെങ്കിൽ മഗ്ദലക്കാരത്തി മറിയയുടെ പേര് ഇതിനകത്ത് വരത്തില്ലായിരുന്നു. സ്തോത്രം ചെയ്യാൻ വല്ലതും ഉണ്ടോ? യോഗ്യത തോന്നുന്നെങ്കിൽ സ്തോത്രം വേണ്ട. പക്ഷെ ദൈവകൃപയിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമുള്ളത്തെ ഭരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ. 1989 ഹൈദരാബാദിലെ ഒരു ICSE സ്കൂളിൽ നിന്ന് ഒരു അപ്പന് ഒരു ഫോൺ ലഭിക്കുകയാണ്. ഹൈദരാബാദിലെ ICSE സ്കൂളിൽ നിന്ന് അപ്പന് ഫോൺ ലഭിച്ചപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരിക്കുന്ന അപ്പൻ ചോദിച്ചു, സാറേ എന്ത് പറ്റി? കാരണം ഒരു അസമയത്താണ് വിളിക്കുന്നത്. അസമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരവുമല്ല രാവിലെയുമല്ല, സ്കൂളിൻ്റെ ഒരു മധ്യസമയത്ത് ഒരു മിഡിൽ ടൈമിൽ വിളിച്ചപ്പോൾ അപ്പനൊരു പേടി തോന്നി. ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല സാർ, ഇവിടം വരെ ഒന്ന് വരണം. വേഗത്തിൽ ആ മനുഷ്യൻ മോൻ്റെ സ്കൂളിലെത്തി. അപ്പോൾ അവർ പറഞ്ഞു, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സാറേ. ICSE സ്കൂളിനൊരു പ്രത്യേകതയുണ്ട്, 9 തന്നെ 10 പരീക്ഷ എഴുതുന്നവർക്ക് രജിസ്ട്രേഷൻ നടക്കണം. അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യം ഇന്ന് ആലോചിച്ചപ്പം സാറിൻ്റെ മോന് ഇവിടെ തുടരുന്നത് അത്ര നല്ലതല്ലെന്നാണ് ഞങ്ങൾക്ക്. അപ്പൻ്റെ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഞാനിതൊരു സെക്കൻഡ് ഹാൻഡ് ഇൻഫോർമേഷൻ അല്ല പറയുന്നത്, ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷനാണ്. അപ്പൻ ഡിഫെൻഡ് ചെയ്തെന്നാണ് പറയുന്നത് കേട്ടോ. ഡിഫെൻഡ് ചെയ്തപ്പോൾ സാറ് വളരെ കരുതിയായിരിക്കുന്നത്, പ്രിൻസിപ്പാൾ കരുതിയ ആ മോൻ എഴുതിയ പേപ്പറെല്ലാം മുമ്പിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ 2 ഡിജിറ്റ് പോലും ഇല്ല കേട്ടോ 100-ൽ. അപ്പം പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. TC വാങ്ങിച്ചു, മോനെ കൊണ്ട് പോവുക കേട്ടോ വീട്ടിലോട്ടെ. നല്ല അപ്പനായി ദൈവത്തിന് സ്തോത്രം. പോകുന്ന വഴിക്ക് അപ്പൻ ചോദിച്ചു, മോനെ നിൻ്റെ ഉദ്ദേശം എന്തുവാ, നീ എന്നോടൊന്ന് ഷെയർ ചെയ്തേ. അപ്പം മോൻ പറഞ്ഞു, ഡാഡി എനിക്ക് ഗിറ്റാർ പഠിക്കുന്നതാണ് ഇഷ്ടം. എടാ, ഗിറ്റാർ പഠിച്ചാൽ കുടുംബം പോറ്റാൻ പറ്റൂ. അപ്പം അവൻ പറഞ്ഞു, ഞാൻ 9ഉം 10ഉം ഒക്കെ പ്രൈവറ്റായിട്ട് എഴുതിക്കോളാം, പക്ഷേ അപ്പച്ചൻ എന്നെ സമ്മതിക്കുന്നുവെങ്കിൽ ഗിറ്റാർ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് പോകുന്ന വഴിയിൽ ഹൈദരാബാദിൽ നന്നായി ഗിറ്റാർ പഠിപ്പിക്കുന്ന ഒരു ആശാൻ്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നാളെ തൊട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം രാത്രിയിൽ അപ്പനൊരു കോൾ വന്നു, സാറേ മേലാൽ ഇങ്ങോട്ട് അവനെ വിടണ്ട. കാരണം അവൻ ഗിറ്റാർ പിടിക്കുന്നത് കാണുമ്പോഴേ അറിയാം അവൻ ജീവിതത്തിൽ ഗിറ്റാർ വായിക്കത്തില്ല. അന്ന് രാത്രി
9ാം ക്ലാസ്സുകാരൻ്റെ ഹൃദയം ഒന്ന് പെടഞ്ഞു കേട്ടു. സ്കൂളിൽ നിന്ന് പറഞ്ഞു TC വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാൻ. ആഗ്രഹിച്ച് കൊതിച്ചു പോയതായിരിക്കുന്ന ഗിറ്റാർ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു നിന്നെ കൊള്ളത്തില്ലെന്ന്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിട്ടോ, രാത്രിയിൽ പ്ലാൻ ചെയ്തു എങ്ങനെ മരിക്കണം. കാരണം വേസ്റ്റ് ഇല്ലയോ, യൂസ്ലെസ് ഇല്ലയോ, പ്രയോജനമില്ലാത്തവനല്ലയോ. അപ്പോൾ അന്ന് രാത്രി പ്ലാൻ ചെയ്ത് കിടന്നു കേട്ടു. അദ്ദേഹം പറഞ്ഞത് 10:30 മണിക്ക് രാവിലെ അപ്പൻ വന്ന് തട്ടി വിളിക്കുമ്പോഴാണ് ഉണരുന്നത്. അപ്പം പറഞ്ഞു മോനെ ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്, നീ ഒന്ന് വന്നേ പ്രാർത്ഥിക്കാനാ. അദ്ദേഹം പറഞ്ഞത് ആ കർട്ടൻ്റെ പുറകിൽ, പല്ലൊന്നും തേച്ചില്ലല്ലോ, കർട്ടൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പാസ്റ്റർ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നേ. പ്രാർത്ഥിച്ചേച്ച് പാസ്റ്റർ പറഞ്ഞു മോനെ 3 ദിവസത്തെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, നീ ഒന്ന് വരുമോ? അപ്പോൾ ഈ കർട്ടൻ്റെ പുറകിൽ നിന്നൊരു തീരുമാനം എടുത്തു കേട്ടോ, ഏതായാലും മരിക്കുന്നതിന് മുമ്പ് ക്യാമ്പിൽ പങ്കെടുത്തേച്ച് മരിക്കാം. പോയി. ഫ്രൈഡേ കഴിഞ്ഞു, സാറ്റർഡേ കഴിഞ്ഞു, സൺഡേ മോർണിംഗ് സർവീസിൻ്റെ നടുവിൽ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ ദൈവകൃപയിൽ നിറഞ്ഞ് 9ാം ക്ലാസ്സുകാരൻ ഇരിക്കുന്ന സൈഡിലോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു, മേ ബി യു ആർ എ യൂസ്ലെസ് ഫെലോ ബട്ട് ഗോഡ് വാണ്ട്സ് യു. ദൈവത്തിന് നിന്നെ, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം കേട്ടോ. അദ്ദേഹം പറഞ്ഞു ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് തൻ്റെ ഉള്ളത്തിൽ പറയാം, തമ്പുരാനെ ചൂണ്ടിയ വിരൽ തെറ്റിയോ എന്നൊരു സംശയം. കാരണം ഹല്ലേലൂയ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. തമ്പുരാൻ പറഞ്ഞു, പിന്നെയും ദൈവാത്മാവ് പറഞ്ഞു, കുഞ്ഞേ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ശാന്തമായി എഴുന്നേറ്റ് നിന്നു, സമർപ്പിച്ചു. ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ ആ ഭാഗം. ലോകം പറഞ്ഞു നിന്നെ കൊള്ളത്തില്ലെന്ന്, സ്കൂള് പറഞ്ഞു നിന്നെ കൊള്ളത്തില്ലെന്ന്, ഗിറ്റാർ ക്ലാസ്സുകാരൻ പറഞ്ഞു മേലാലിങ്ങോട്ട് വരണ്ടാന്ന്. ആ ദൈവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതുപോലെ പറയാം. എനിക്ക് TC തന്നു വിട്ട സ്കൂള് പറഞ്ഞു ഒരു അരമണിക്കൂർ ഞങ്ങളുടെ സ്കൂളിൽ വന്നൊരു ക്ലാസ് എടുക്കണം. ഗിറ്റാർ പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ആശാൻ പറഞ്ഞു മോനെ നീ ഇവിടെ പഠിച്ചെന്നൊന്നും പറയണ്ട, പക്ഷെ ഒരു ഉച്ച വരെ ഇവിടെ ഇരുന്നെന്നൊന്ന് നീ വിളിച്ച്. ഗിറ്റാർ പിടിക്കത്തില്ലെന്ന് പറഞ്ഞവൻ സ്വന്തമായി 54 സ്ട്രിങ്ങുള്ള ബോങ്കോ ഗിറ്റാർ, അതിന് പറയുന്ന പേര് ബെൻറ്റർ എന്നാണ്. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ, 6 വർഷവും 6 മാസവും 22 ദിവസം കൊണ്ട് 257 രാജ്യങ്ങൾ സഞ്ചരിച്ച് ഹല്ലേലൂയ ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞവൻ പറഞ്ഞു കേട്ടോ ദൈവം വലിയവനാണെന്ന്. ഹല്ലേലൂയ. ലോകം പറഞ്ഞു യു ആർ എ യൂസ്ലെസ് ഫെലോ. തമ്പുരാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ടു യൂസ് യു. ഞാൻ നിന്നെ ഉപയോഗിക്കാനായിട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. ഗിന്നസ് റെക്കോർഡിട്ട മനുഷ്യന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ലോകത്തിലെ 257 രാജ്യങ്ങൾ ഹല്ലേലൂയ എൻ്റെ കർത്താവിന് വേണ്ടി കടന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ എൻ്റെ കർത്താവിനെ പോലെ ഹല്ലേലൂയ വിലയേറിയതിനെ അല്ല കേട്ടോ, വിലയില്ലാത്തതിനെയും വിലയേറിയതാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് വിളിച്ചു പറയാൻ 2004 ഒളിമ്പിക് ഗെയിംസിൽ, 2006 ഫിഫ വേൾഡ് കപ്പിൽ, 2007 മിലിറ്ററി വേൾഡ് ഗെയിംസിൽ അതിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷന് പാട്ടുപാടി മ്യൂസിക് അവതരിപ്പിച്ചത് നമ്മുടെ ഈ ബെന്നി പ്രസാദ. ആമേൻ. ഹല്ലേലൂയ. കന്തക്കൂരുകാരനായിരിക്കുന്ന ഹൈദരാബാദുകാരനായിരിക്കുന്ന ലോകം അവനോട് പറഞ്ഞു കുഞ്ഞേ നീ ഒന്നിനും കൊള്ളത്തില്ല. ദൈവം പറഞ്ഞു എന്താ ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതിനെയും തെരഞ്ഞെടുത്തു. അതിന് താഴെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ തീർന്നില്ലല്ലോ നിങ്ങളോ ഹല്ലേലൂയ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. എന്താ അവൻ ചെയ്തേ? ജ്ഞാനമില്ലെന്ന് തോന്നിയോ? അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും, ആമേൻ, അവൻ മുഖാന്തരം നമുക്ക് നീതിയും, കുലഹീനവും നികൃഷ്ടമാണെന്ന് തോന്നിയോ? അവൻ നമുക്ക് ശുദ്ധീകരണവും. സാധ്യതയില്ലെന്ന് തോന്നിയോ? അവൻ നമുക്ക് വീണ്ടെടുപ്പും തന്നല്ലോ. ഇന്ന് രാത്രി മറ്റൊന്നിലും പ്രശംസിക്കേണ്ട,
പ്രശംസിപ്പാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രശംസിക്കുന്നവൻ കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. പ്രശംസിക്കുന്നവൻ കർത്താവിൻ്റെ ക്രൂശിൽ ഇന്ന് രാത്രി പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. വിക്ടറി ഫോർ ദി അബാൻഡൻ. തള്ളപ്പെട്ടെന്ന് ഇന്ന് രാത്രി തോന്നുന്നുണ്ടോ? സാധ്യതയില്ലെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രി എല്ലാം ചെയ്തെടുക്കാൻ കഴിയുന്ന യേശു കർത്താവ് ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടാൻ പോകുക, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടാൻ പോകുക, നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ പോകുക, നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടാൻ പോകുക, നമ്മുടെ ഹല്ലേലൂയ പ്രവർത്തന മണ്ഡലങ്ങളിൽ വെളിപ്പെടാൻ പോകുക. 4 കാര്യം വളരെ വേഗത്തിലൊന്ന് പങ്കുവയ്ക്കട്ടെ. തള്ളപ്പെട്ടു എന്ന് തോന്നുന്നു, സാധ്യതയില്ല എന്ന് തോന്നുന്നു, ത്യജിക്കപ്പെട്ടു എന്ന് തോന്നുന്നു, ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. 4 വാക്ക് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായവുമാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായവും സിമിലർ ഒരു കോണ്ടെസ്റ്റിലാണ്. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു കളഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ തേടി ചെല്ലുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു സാധ്യതകളില്ല എന്ന് കരുതിയിരിക്കുന്ന ജീവിതത്തിൻ്റെ അടുത്തേക്ക് കടന്നു എന്ന സാധ്യതകൾ നൽകിക്കൊടുക്കുന്ന ഒരു ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അന്ന് വേഴ്സ് നമ്പർ ചാപ്റ്റർ 24 വേഴ്സ് നമ്പർ 13 ഓൺവേർഡ്സ് പെട്ടെന്ന് ഞാൻ വായിക്കും. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. അവരുടെ സംസാരം ശ്രദ്ധിച്ച് 17-ാമത്തെ വാക്യം പറയുന്നു, അവർ സംസാരിക്കുക മാത്രമല്ല വാദിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ അവരുടെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, വാടിയ മുഖമാണ് അവർക്കുള്ളത്. അവർ സംസാരിക്കുമ്പോൾ അവരുടെ ടോണൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, അവരുടെ ടോണിൽ തർക്കമുണ്ട്, അവരുടെ ടോണിൽ വാദമുണ്ട്, അവരുടെ മുഖം വാടിയിരിക്കുന്നു. അവർ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നവനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. നീ മാത്രം ഈ നാളുകളിൽ ഇതൊന്നും അറിയുന്നില്ലയോ? താഴോട്ട് വായിക്കുമ്പോൾ മുഴുവൻ നെഗറ്റീവ്സ് അവർക്കുള്ളേ. ഇങ്ങനെയുള്ളവരെ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓവർ ടോക്കറ്റീവ്, അങ്ങനെ ഞാൻ കുറിച്ച്. when they talk it will become the argument. സംസാരിക്കുമ്പോൾ അത് തർക്കത്തിലേക്കും വാദത്തിലേക്കും അവസാനിക്കാൻ സാധ്യമുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ നമ്മൾ. പിന്നെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇരുണ്ട മുഖത്തോടെയുള്ള ആളുകൾ ഇനി ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാൽ നമ്മളെ ഒന്ന് കുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇനി സംസാരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ആണെങ്കിൽ, പെസ്സിമിസ്റ്റ് ആണെങ്കിൽ, അവിടെ ഒരു വാക്കൂടെ പറഞ്ഞിട്ടുണ്ട്, ഭയമുള്ള പ്രിയപ്പെട്ടവർ. ഇങ്ങനെയുള്ളവരെ ഉപേക്ഷിക്കുന്നതല്ലയോ നല്ലത്? പക്ഷെ യേശു കർത്താവ് എന്തുവാ ചെയ്തേ? ഞാൻ ഒരുപാട് വായിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വരിയ 15-ാമത്തെ വാക്യം. യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലെ, ചേർന്ന് നടക്കാൻ കൊള്ളാവുന്നത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. തർക്കിച്ചിട്ടുള്ളവരാ, വാടിയ മുഖം ഉണ്ടായിരുന്നവരാ, ഇൻസൾട്ട് ചെയ്തിട്ടുള്ളവരാ, ഭയം കൊണ്ടും നിറഞ്ഞവരാ, സംസാരിച്ചപ്പോഴൊക്കെ നെഗറ്റീവ് തന്നെ പുറത്തോട്ട് വിട്ടിട്ടുള്ളവരാ. പക്ഷെ ചേർന്ന് നടക്കാൻ ഒരുവൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. യേശു താനും. ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു തലക്കെട്ട് കൊടുത്തു, ഫെലോഷിപ്പ് ഫോർ ദ ഫ്രസ്ട്രേറ്റഡ്. ഇന്ന് രാത്രി ഈ കൃപ അനുഭവിക്കുന്നവരിൻ്റെ നടുവിലുണ്ടോ? ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ ഒരിക്കലും കൂടെ നടക്കാൻ നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, എന്നാൽ യോഗ്യതയുള്ളവൻ, ഹല്ലേലൂയ, അയോഗ്യനായ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട ബെന്നി പ്രസാദ് പറഞ്ഞതുപോലെ, യോഗ്യത കൊണ്ടല്ല, എന്നാൽ ആ ക്യാമ്പിൽ എൻ്റെ നേരെ വിരൽ ചൂണ്ടി എൻ്റെ അരികിലേക്ക് വന്ന്, ഹല്ലേലൂയ, അയോഗ്യനായ നിന്നെ യോഗ്യനാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും മാന്യനായി തീർക്കാൻ
യേശുദാനും അടുത്തി എന്നവരോട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഫെലോഷിപ്പ് ഫോർ ദ ഫ്രസ്ട്രേറ്റഡ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ വേദനയിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ പ്രതിസന്ധിയിലൂടെ പോകുന്നവരാരെങ്കിലും ഉണ്ടോ? എൻ്റെ കൂടെ പഠിച്ച സന്തോഷം എന്ന് പറഞ്ഞൊരു സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനാ ലിസ്റ്റിൽ 7ാം നിലയിൽ നിന്ന് താഴെ വീണ കുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കുറച്ചു മുമ്പ് ഞങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഒരു പല്ല് പോലും പൊട്ടാതെ സന്തോഷിൻ്റെ മാത്രം ദൈവമല്ലല്ലോ. ഇന്ന് രാത്രി നിങ്ങളുടെ കൂടാരത്തിൽ, നിങ്ങളുടെ അരികിൽ, നിങ്ങളോടൊപ്പം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഗോഡ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് us, ഹല്ലേലൂയ. ദൈവവേദനയിലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ബുഷ് ഉണ്ടല്ലോ, ഈ ബേണിംഗ് ബുഷ് ഉണ്ടല്ലോ, നമ്മുടെ മുൾപ്പടർപ്പ് കത്താഞ്ഞിട്ടല്ലല്ലോ, ഹല്ലേലൂയ. അത് കത്താതെ സൂക്ഷിക്കപ്പെടാൻ യഹോവ അതിൻ്റെ നടുവിൽ നിന്നെന്നാ വചനം പറയുന്നത്, ഹല്ലേലൂയ. ഇന്ന് രാത്രി കത്താതെ കത്തി പക്ഷെ വെന്തുപോകാതെ സൂക്ഷിക്കപ്പെട്ടതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാം? God is in the midst of that fire. തമ്പുരാൻ അതിൻ്റെ നടുവിൽ. ഇന്ന് രാത്രി ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. നിങ്ങളുടെ ആദരം തുറക്കാം, നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. കൈതട്ടി ആരാധിക്കുക, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി കരേറ്റാം. കാരണം എന്നാന്നറിയാം? തമ്പുരാനെ, ഞാൻ പലപ്പോഴും ഹല്ലേലൂയ കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നവനായിരുന്നു, പലപ്പോഴും വാടിയ മുഖത്തിന്റെ ഉടമസ്ഥനായിരുന്നു, പലപ്പോഴും യെരുശലേമിൽ നിന്ന് ഹല്ലേലൂയ എമൗസിലേക്ക് നടന്നുപോയവനാ, പലപ്പോഴും ജീവിത വഴിയാത്രയിൽ ഹല്ലേലൂയ വാദിച്ചവനും തർക്കിച്ചവനുമാ, പലപ്പോഴും സാധ്യതകളില്ല എന്ന് കണ്ടപ്പോൾ നിന്നിൽ നിന്ന് അകന്നു പോയവനാ. ഞാൻ കടന്നു പോകുന്നത് മല്ലപ്പള്ളി മാർത്തമ്മ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ഇടവകയിലാണ്. എൻ്റെ വൈദികൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാജൻ പി മാത്യു. ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനോഹരമായിരിക്കുന്ന മറ്റൊരു പാട്ടുണ്ട് കേട്ടോ. ഒരുപാട് പാട്ടെഴുതിയ മനുഷ്യൻ. 1983 അദ്ദേഹം പാട്ടെഴുതാൻ ദൈവം കൃപ കൊടുത്ത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു, ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. അതാ പാട്ട് അദ്ദേഹം ആദ്യം എഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പാട്ടാണ്, വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തിരുന്നു. കാത്തിരിക്കപ്പെടാൻ യോഗ്യനൊന്നുമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഫെലോഷിപ്പ് ഫോർ ദ ഫ്രസ്ട്രേറ്റഡ്. താഴോട്ട് നമുക്ക് പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോകാം. നോക്കിക്കേ, അവരുടെ അടുത്ത് ചെന്നെന്ന് മാത്രമല്ല, അവരോട് ചേർന്നെന്ന് മാത്രമല്ല, അവരോടുകൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. നടക്ക മാത്രമാണോ? എന്നെ വളരെ ചിന്തിപ്പിച്ച് അടുത്തൊരു വാക്യമുണ്ട് കേട്ടോ, അതിൻ്റെ 25ാമത്തെ വാക്യം. അവൻ അവരോട്, ഹല്ലേലൂയ, കുറച്ചുകൂടെ ഇടപെടുക. ദൈവത്തിന് സ്തോത്രം. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടല്ല, നേരത്തെ പഠിപ്പിക്കാഞ്ഞിട്ടല്ല, പക്ഷേ എത്ര പഠിപ്പിച്ചിട്ടും അവർക്കൊരു പേര് കൊടുത്തു കേട്ടോ, മന്ദബുദ്ധികൾ, ബുദ്ധിഹീനർ. ഇതിന് നടുവിൽ ടീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആരെ പഠിപ്പിക്കുന്ന ഇഷ്ടം? നമ്മൾ പറയുന്നത് ഗ്രഹിക്കാൻ കഴിവുള്ളവരെയും നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ളവരെ പഠിപ്പിക്കുന്ന ഇഷ്ടം കേട്ടോ. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാഞ്ഞിട്ടല്ല, നിങ്ങളോട് പറഞ്ഞു തരാഞ്ഞിട്ടല്ല, എത്രയോ പ്രാവശ്യം നിങ്ങളുടെ അടുത്തിരുന്ന് നിങ്ങളെ ഉപദേശിച്ചു, നിങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വന്നപ്പോൾ, പ്രാക്ടിക്കൽ ലൈഫിൽ തിയറിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ when it became the practical life, you failed. അവരെ വിളിക്കുക കേട്ടോ, മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ. പക്ഷേ ഈ അധ്യാപകന്റെ പ്രത്യേകതയും ശ്രദ്ധിച്ചേ. അടുത്ത വാക്യം പറയുന്നു, വേഴ്സ് നമ്പർ 27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും, എല്ലാ വാക്കും പ്രസക്തമാകട്ടെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പോസ് ചെയ്ത് പറയുന്നത്, എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തെന്നല്ല, ഓടിച്ചു വിട്ടെന്നല്ല, വ്യാഖ്യാനിച്ച്
ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, കേരളത്തിലൊക്കെ ഈ പെട്ടെന്ന് പരീക്ഷ വരുമ്പോൾ തോക്കുമെന്നറിയാവുന്ന പുള്ളിക്ക് എടുക്കുന്ന ഒരു കോഴ്സിന് പേരുണ്ട് ക്രാഷ് കോഴ്സ് എന്ന്. തമ്പുരാന് സമയത്തിൻ്റെ പരിമിതിയൊക്കെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ തമ്പുരാൻ ക്രാഷ് കോഴ്സ് എടുത്ത് അവസാനിപ്പിക്കുകയല്ല കേട്ടോ. മോശ തുടങ്ങി പ്രവാചകന്മാർ ആരെയാണ് പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ചിന്ത ഞാൻ പറയട്ടെ. ഫാക്കൽറ്റി ഫോർ ദ ഫൂളിഷ്. അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടല്ലോ ഇന്ന് രാത്രി ചിലതൊക്കെ അറിയുന്നത്. ചിലതൊക്കെ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇന്നും തമ്പുരാൻ പറയുന്ന കുഞ്ഞെ, വെൻ ഇറ്റ് കംസ് ടു യുവർ പ്രാക്ടിക്കൽ ലൈഫ്, നിന്റെ ജീവിതത്തിൻ്റെ ശോധനയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സന്ദർഭങ്ങളുടെ നടുവിൽ നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി നമ്മളോടുള്ള സന്ദേശമാകട്ടോ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ശോധനയിൽ കൂടെയിരിക്കുന്നവൻ, നിന്റെ വേദനയിൽ കൂടെയിരിക്കുന്നവൻ, നിന്റെ ഭാരത്തിൽ കൂടെയിരിക്കുന്നവൻ, നിന്റെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ അകന്നു നിൽക്കുന്നവനല്ല, ചേർന്ന് നടന്നുകൊണ്ട് അവൻ പറയുക കേട്ടോ, ഇതുവരെയും നടന്നവൻ ഇനിയും നടക്കുവാൻ. ഡോക്ടർ മാർക്കിനെ നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഞങ്ങൾക്കൊരു ചെറിയ മാഗസിനുണ്ട്, പെനിയൽ വോയിസ് എന്ന് പറഞ്ഞ്. ആ മാഗസിനകത്ത് ഒരു ഇതെഴുതിയപ്പോൾ അതിനെക്കുറിച്ച് എഴുതി കേട്ടോ. ഡോക്ടർ മാർക്ക് നീനറ്റോളജിക്കൽ ഓങ്കോളജിസ്റ്റാണ് കേട്ടോ. രാജ്യത്തെ പ്രമുഖനായ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന ക്യാൻസർ വിദഗ്ധൻ. ഏറ്റവും ബ്ലസ്ഡ് ആയതുകൊണ്ട് രാജ്യം തീരുമാനിച്ചു അദ്ദേഹത്തെ മാനിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ ഡേറ്റ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹം പറഞ്ഞ ക്രമീകരണം, പക്ഷേ യാത്ര ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല കേട്ടോ. ചുരുക്കി ഞാൻ പറയാം, എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചു, പക്ഷേ ഇറങ്ങേണ്ടടുത്തല്ല ഫ്ലൈറ്റ് ഇറങ്ങിയത്, വേറൊരു സ്ഥലത്താണ് ഇറങ്ങിയത്. അദ്ദേഹം ഒരു കാർ എടുത്ത് വീണ്ടും യാത്ര തുടർന്നു. കാരണം പ്രമുഖരെല്ലാം വരുന്നൊരു ഫംഗ്ഷൻ. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ പോകണ്ട. നിരീശ്വരവാദിയായിരിക്കുന്ന ഡോക്ടർ മാർക്കിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആ കാറിലിരിക്കുമ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ ദൈവവിശ്വാസി അല്ലെങ്കിലും തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ എഴുന്നേറ്റ് ആ ചെറിയ വീട്ടിലോട്ട് പോകാൻ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്നു, നല്ലൊരു കോഫി ഇട്ട് കൊടുത്തു. കാരണം കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ആ സ്ത്രീ പറഞ്ഞു, സർ, അടുത്ത അരമണിക്കൂർ എൻ്റെ ഹസ്ബൻഡിന് ഓഫ് ടൈമാണ്. അദ്ദേഹം അവിടെയും ഞാനിവിടെയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവവിശ്വാസിയല്ലാത്ത ആ മനുഷ്യൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഞാനിവിടെ ഇരുന്നോളാം. അകത്ത് പ്രാർത്ഥന ആരംഭിച്ചു. ആദ്യം സൈലൻ്റ് ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഏങ്ങലടി കേട്ടെന്നാണ് പറയുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ആ സ്ത്രീയെ പരിഹസിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചു, പ്രാർത്ഥിക്കുവാണെന്നും പറഞ്ഞിട്ട് കരച്ചിലും ഏങ്ങലടിയുമേ കേട്ടുള്ളല്ലോ, സാറേ വിരോധമില്ലെങ്കിൽ അകത്തെ മുറിയിലേക്കൊന്ന് വരുമോ? നിർബന്ധിച്ചാ കൊണ്ടുപോയെങ്കിലും അകത്തെ മുറിയിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി കിടക്കയിൽ കിടക്കുക. ആ സ്ത്രീ പറഞ്ഞു, സാറേ, ഇത് ഞങ്ങളുടെ ഏക മകളാ, അവൾക്ക് ക്യാൻസറാ. 2 ആഴ്ചകൾക്ക് മുൻപ് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല. അവൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു, അവൾക്ക് സാധ്യതകളൊക്കെ കൊടുത്തു. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അവളെ ചികിത്സിച്ചു. അവർ ഞങ്ങളോട് പറഞ്ഞു, പാലിയേറ്റീവ് കെയർ മാത്രം മതി. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. സാറേ, എന്താ പറഞ്ഞത്? കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ്. നീനറ്റോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഇല്ലയോ? അദ്ദേഹം നോക്കിയപ്പോൾ ക്യാൻസർ ബാധിതയായിരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സാറേ, വൈദ്യശാസ്ത്രപരമായിട്ടൊന്നുമല്ല പറഞ്ഞത്, എന്നാൽ അതിൽ യൗവനക്കാരനായ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാത്രം ക്യാൻസർ രോഗത്തെ ചികിത്സിക്കുന്ന ഒരു വിദഗ്ധനുണ്ട്, ഡോക്ടർ മാർക്ക്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോകാമെങ്കിൽ ഒരു പക്ഷെങ്കിൽ. ആ സഹോദരി പറഞ്ഞ അടുത്ത സെൻറ്റൻസ് ഞാനൊന്ന് പറയട്ടെ. സാറേ, ഞങ്ങൾക്ക് ഡോക്ടർ മാർക്കിനെ അറിയത്തില്ല, പക്ഷെ മാർക്കിനെ അറിയാവുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക്. ഇപ്പോൾ ഡോക്ടർ കരയായിട്ടോ. When he was crying, the lady was asking her. ആ സഹോദരി പറഞ്ഞു, സാറേ, എൻ്റെ ഇത് കേട്ടിട്ട് സാറ് കരയാണ്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കരയുന്നത് സന്തോഷം കൊണ്ടാണ്. കാരണം എയർപോർട്ടിൽ വെച്ച് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, വൈ ദിസ് ഈസ് ഹാപ്പനിങ്?
നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നും. ഇന്ന് രാത്രി ദൈവവേദനയെ ഉള്ളത്തോട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം ആരാന്നറിയാമോ? ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണോ? അവൻ എൻ്റെ അരികിലുണ്ട്, ചേർന്ന് നടക്കുന്നുണ്ട്. വിജയം എനിക്ക് സാധ്യമല്ല എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ജയിപ്പിക്കാൻ, ഹല്ലേലൂയ, എൻ്റെ കൂടെ, ഹല്ലേലൂയ. തീർന്നില്ലല്ലോ, എൻ്റെ അറിവുകേടുകൾ മനസ്സിലാക്കി, എൻ്റെ ബുദ്ധിഹീനത മനസ്സിലാക്കി, എൻ്റെ പരാജയം മനസ്സിലാക്കി, മോശ തുടങ്ങി പ്രവാചകന്മാർ മുതൽ എല്ലാം എനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ കഴിയുന്ന ഒരു നല്ല ഫാക്കൽറ്റിയായി. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. 3 യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനിയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും 7 പേര് മീൻ പിടിക്കാൻ പോയി. അന്ന് രാത്രിയിലെ ഒരു 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 ക്രീം ഞാൻ പറയാൻ കേട്ടോ, അവർ ഒന്നും പിടിച്ചില്ല. യേശു കർത്താവ് അവരോട് വന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കേട്ടോ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, തമ്പുരാനെ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അധ്വാനിക്കാഞ്ഞിട്ടുമല്ല, പക്ഷെ ഒന്നും പിടിക്കാൻ ഞങ്ങളെ കൊണ്ട്. ഞാനിത് പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളം തുടിക്കും. തോറ്റവർക്ക് എവിടെയെങ്കിലും വിരുന്ന് വിളമ്പിയ ചരിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയിച്ചവർക്ക് വിരുന്ന് വിളമ്പിയ ചരിത്രം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ജയിച്ചു വരുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷം. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ഫീസ്റ്റ് ഫോർ ദ ഫെയിൽഡ്. ഹല്ലേലൂയ. തോറ്റവർക്ക് വേണ്ടി വിരുന്ന് വിളമ്പിയിട്ടുള്ളത് വേദപുസ്തകത്തിലല്ലാതെ വേറെ എങ്ങുമില്ല. ഞാനിതൊന്ന് അപ്ലൈ ചെയ്യാനൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. വിരുന്ന് കഴിക്കുന്നത് ജയിച്ചിട്ടാണെന്നൊന്നും ചിന്തിക്കല്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും വിരുന്ന് കഴിക്കുന്നത് ജയിച്ചിട്ടാണ് കേട്ടോ. അല്ല, തോറ്റവനും വിളമ്പാൻ മനസ്സുള്ളത് കൊണ്ടാകട്ടോ നമ്മിൽ പലരും ഇന്ന് രാത്രി വിരുന്ന് കഴിക്കുന്നത്. ഹല്ലേലൂയ. ജയിച്ചിട്ടാ വിരുന്ന് കഴിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്തോത്രം പറയണ്ട. ഹല്ലേലൂയ. എന്നാൽ തോറ്റപ്പോഴും വിരുന്ന് വിളമ്പാൻ എന്നോട് കാണിച്ച മനസ്സിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. തമ്പുരാനെ, നിന്റെ കൃപ എത്ര വലുതാ. ഞാനത് പറയുമ്പോൾ വളരെ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം എന്നാന്നറിയാം, ആരുണ്ടാക്കിയ മീനാന്നറിയാം, ആര് ചുട്ട മീനാന്നറിയാം. ഞാൻ എൻ്റെ ഭാവനയെ പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ചിലപ്പം വിരുന്നൊരുക്കുമായിരിക്കും, പക്ഷേ വിളമ്പാൻ ചിലപ്പോൾ വേറെ ആളുകളെ ഒരുക്കും. ബട്ട് ഹി ഹിംസെൽഫ് പ്രിപ്പയർഡ് ആൻഡ് ഹി ഹിംസെൽഫ് സെർവ്ഡ്. ഇതുപോലൊരു ഭാഗ്യം വേറെ ഉണ്ടോ? അതുകൊണ്ടല്ലയോ പാടി, ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിവാൻ ഇടയായി, അതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഹല്ലേലൂയ. അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാട്ടെ, ദൈവം ഇതിലെ ഇത്ര നല്ലവനാകുന്നൊരു പ്രിയൻ. ഹല്ലേലൂയ. ഫ്രസ്ട്രേറ്റഡ് ആകാഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷെ കൂടെ വരാൻ വേറെ ആരുമില്ലായിരുന്നു, പക്ഷെ യേശു എൻ്റെ കൂടെ വന്നു. ഹല്ലേലൂയ. മന്ദബുദ്ധി ആകാഞ്ഞിട്ടല്ല കേട്ടോ, പിന്നെയും പഠിപ്പിക്കാൻ ഒരു ഫാക്കൽറ്റിയായി എൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് എൻ്റെ ലൈഫിൽ ഇടപെടാൻ എൻ്റെ ദൈവത്തിന് തോന്നിയ മനസ്സിനായി സ്തോത്രം. തീർന്നില്ലല്ലോ, ജയിച്ചിട്ടൊന്നും അല്ല, വിരുന്ന് വിളമ്പാൻ അവന് തോന്നിയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉള്ളതൊന്ന് പറയാമോ? ഉള്ളതൊന്ന് പറയാമോ? എൻ്റെ 3ാമത്തെ മകൻ, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. 3ാമത്തെ മകൻ ഡിഗ്രി 3rd ഇയറിന് പഠിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഈ മൊബൈലിൽ വാട്സപ്പിൽ വിളിക്കും. ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? നമുക്കറിയത്തില്ലയോ? ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഒന്നുമില്ലെന്ന്. ഫോണൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയെ വിളിച്ചേച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ ചിലതൊക്കെ പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി വല്ലതും ഉണ്ടോ? വിളിച്ചോണം കേട്ടോ. കാരണം കേൾക്കാൻ അവൻ തയ്യാറാണ്. കാരണം നിന്റെ കൂടെ അവൻ യാത്ര ചെയ്യുന്നേ.
നീ മുഖം മാടിയെന്ന് കണ്ടപ്പോൾ ചിലരൊക്കെ നിന്നെ സ്കിപ്പ് ചെയ്തു. ഹല്ലേലൂയ. നീ മുഖം മാടിയെന്ന് കണ്ടപ്പോൾ, നീ തർക്കിക്കുന്ന കണ്ടപ്പോൾ, നീ വാദിക്കുന്ന കണ്ടപ്പോൾ അവരുടെ മൈലേജ് കൂടി. പക്ഷെ കർത്താവിൻ്റെ മൈലേജ് നിന്റെ മൈലേജുമായി സെറ്റ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ മൈലേജിനനുസരിച്ച് നിന്റെ കൂടെ അവൻ സഞ്ചരിക്കുന്നത്. തുറന്നൊന്ന് പറയാമോ? ഇന്ന് രാത്രി അവന് കേൾക്കാൻ അരികിലുണ്ടല്ലോ. ഈസ് വെരി ക്ലോസ് ടു യു. ഈ മന്ദബുദ്ധിയാണെന്നൊക്കെ അവനോടങ്ങ് സമ്മതിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. കർത്താവെ, ബുദ്ധിഹീനതയല്ല, അതെ ഒന്നും കാണിച്ചിട്ടുമില്ല പറഞ്ഞാട്ടോ അവനോട്. കാരണം അവൻ്റെ കരത്തിലുണ്ടല്ലോ മോശ തുടങ്ങി പ്രവാചകന്മാർ മുതലുള്ളതൊക്കെ വിവരിച്ചു തരാനും വ്യാഖ്യാനിച്ചു തരാനും പഠിപ്പിച്ചു തരാനും അവൻ്റെ കരത്തിലുണ്ടല്ലോ ദ സോഴ്സ്. പിന്നെന്തിനാ പറയാൻ മടിക്കുന്നേ? ടെൽ ഹിം. ജയിച്ചേച്ച് വന്ന് നിൽക്കുവാന്ന് പറയല്ലേ കേട്ടോ. തോറ്റോ? 153 വലിയ മീൻ അവൻ്റെ കരത്തിൽ ആ ഗനസരേത്ത് തടാകത്തിൽ നിനക്ക് വേണ്ടിയിട്ടുണ്ട്. അത് പിടിക്കാനുള്ള കൃപ ആർക്കാ കൊടുക്കുന്നതെന്നറിയാം? കർത്താവ് ഇതുവരെയും ഒന്നും പിടിച്ചില്ല. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. എന്ത് രസമാണെന്നറിയാം. വന്ന് പ്രാതൽ. ഉണ്ടാക്കിക്കോളാനല്ല പറഞ്ഞ്, വന്ന് പ്രാതൽ ഷെയർ ചെയ്യാനും അല്ല പറഞ്ഞ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൃപ അനുഭവിക്കുന്നുണ്ടോ ദൈവവേദലേ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ വിരുന്ന് അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വിരുന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ആനന്ദിച്ചാട്ടെ, ദൈവത്തിനൊരു നന്ദി കരേറ്റിക്കാട്ടെ. കർത്താവെ, പലപ്പോഴും തോറ്റിട്ടാ വന്നത്, പലപ്പോഴും പരാജയപ്പെട്ടിട്ടാ വന്നത്, പലപ്പോഴും വീണ് പോയിട്ടാ വന്നത്, പലപ്പോഴും അരയിൽ അങ്കി ചുറ്റി ചാടിയിട്ടുണ്ടപ്പ. എന്നാൽ വിട്ടുകളയാതെ പുറകെ വന്ന്, ഹല്ലേലൂയ, വിട്ടുകളയാതെ പുറകെ വന്ന് ചേർത്ത് നിർത്താൻ എന്നോട് കാണിക്കുന്ന ഈ മനസ്സിനായി ഞാൻ കുറച്ചൊന്ന് പേഴ്സണലായിട്ടൊന്ന് അപ്ലൈ ചെയ്തോട്ടെ. തിരക്കിൻ്റെ നടുവിൽ ചിലപ്പോഴൊക്കെ വിട്ടുപോയിട്ടില്ലയോ നമ്മൾ? ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും കേട്ടോ, തിരക്കില്ലാത്ത ഒരാളെ ഉള്ളു ഈ ലോകത്തിൽ. ശരിയാണോ? ഇവിടെ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമൗസിലേക്ക് പോകുന്നവർക്കും തിരക്കായിരുന്നു. പക്ഷെ തിരക്കില്ലാത്ത ഒരാളെ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് തിരക്ക് വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കർത്താവിനെ തിരക്കിക്കൊണ്ടുള്ളൊരു ജീവിതമായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ടെമ്പോയ്ക്കനുസരിച്ച് കൂടെ വരുമ്പോൾ അവനെ വിട്ടുകളഞ്ഞേക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ചേർത്ത് നിർത്താൻ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്നാ? തിരുവെഴുത്ത് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, അതിനകത്തുള്ള പ്രിയനെ അടുത്തറിഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് നിങ്ങളും ശ്രദ്ധിക്കണേ. എൻ്റെ കർത്താവേ, ഇന്ന് രാത്രി നീ പോകരുത്, ഞങ്ങളുടെ കൂടെ വന്ന് പാർക്ക. ഹല്ലേലൂയ. അതല്ലയോ മഹത്വം എന്ന് പറയുന്നത്. നീ ഞങ്ങളുടെ കൂടെ. when he opened the word of God, ദൈവവചനം തുറന്നു കിട്ടിയ ദൈവവചനത്തിന്റെ അനുഗ്രഹം എന്നാണെന്നറിയാം. അവന് പറയാൻ ഒന്നേ ഉള്ളൂ, തിരുവെഴുത്തിലുള്ള കർത്താവെ, നീ എൻ്റെ കൂടെ വന്ന് പാർക്കണം. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിൽ അവർക്ക് തുറന്നു കിട്ടിയ കർത്താവിനോട് പറയുക, കർത്താവേ, ഇന്ന് രാത്രി നീ ഞങ്ങളെ ഇട്ടേച്ച് പോകരുത്, നീ ഞങ്ങളുടെ കൂടെ വന്ന് പാർക്കണം. പാർത്തു കഴിഞ്ഞപ്പോൾ കണ്ണും തുറന്നെന്നാണ് പറയുന്നത്. കണ്ണ് തുറന്ന് അന്ന് രാത്രിയിൽ തന്നെ അവർ യെരുശലേമിലേക്ക് നാളെ പോയാൽ പോരായിരുന്നോ? 7 നാഴിക ദൂരത്തിലല്ലയോ വന്നേ? പക്ഷെ തമ്പുരാൻ കണ്ണ് തുറന്നാൽ പിന്നെ അവിടെ നിൽക്കരുത് കേട്ടോ. തമ്പുരാൻ കണ്ണ് തുറന്നാൽ അന്ന് രാത്രി തന്നെ. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ, അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. ബുദ്ധിയെ തുറന്നതിൻ്റെ അടുത്ത വാക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ സാക്ഷികളായി. ചിലപ്പോഴൊക്കെ നമ്മുടെ വിചാരം എന്നാണെന്നറിയാം, ഒരു പണിയും കിട്ടാത്തവനാ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതെന്നാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നില്ലെന്ന് കണ്ടോണ്ടിറങ്ങിയവരാ. ഹല്ലേലൂയ. ഇതിനേക്കാൾ മഹത്വമേറിയത് വേറെയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ പാടുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ട ബ്ലെസ്സൻ ബ്രദറും ഞങ്ങളും കുറച്ചു നേരം ഒത്തിരി സംസാരിച്ചപ്പോൾ, പല കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ, ഹല്ലേലൂയ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഡോക്ടർ ഇന്ന് രാത്രി എളിമയോടെ താഴ്മയോടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളെ വർഷിപ്പിൽ ലീഡ് ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, സാധ്യതകളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തൻ്റെ സാധ്യതകൾ ദൈവത്തിൻ്റെ സാധ്യതകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മനസ്സ് വെച്ചപ്പോൾ
ഞാൻ കർത്താവിൻ്റെ വില ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു അല്പം ദൂരെ പോകുമ്പോൾ ഞങ്ങൾ ഇന്നോട് പറയുമായിരുന്നു, മൽക്കൻഗിരി എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു സ്ഥലം ഒറീസയിലെ. തിരുവല്ലക്കാരനായിരിക്കുന്ന ഒരു സഹോദരൻ, പേര് പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ട്രിവാൻഡ്രത്തെ RCCയിൽ നെക്ക് ആൻഡ് ഷോൾഡറിൻ്റെ സർജനായിരുന്നു. ഒരു ദിവസം കർത്താവ് വിളിച്ചു പൊക്കോളാൻ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ വരി തന്നെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ച് വർണ്ണിക്കുന്നതായ ഒരു വരിയാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം ലൈവ് പോകുന്നതുകൊണ്ട്. ഇവിടുന്ന് യാത്ര തിരിച്ചു, അവിടെ ചെന്നു. അവിടെ ഒരു ചെറിയ ക്ലിനിക്, സൂസനും കൂടിയാ, ഭാര്യയും കൂടെ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ അവരുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും കൂടെ they together has gone there. അവിടെ ചെന്നപ്പോഴേ ആ ക്ലിനിക്കിൽ മലയാളികൾ ആദ്യം അന്വേഷിക്കുന്നത് തന്നെ അവരും അന്വേഷിച്ചു, ബാത്റൂമിൽ കയറിയപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് സ്ത്രീ അവിടെയുണ്ട്. അവരെ വിളിച്ചേച്ച് പറഞ്ഞു, നാളെ ഞങ്ങൾ വരുമ്പോൾ ഈ ബാത്റൂം ഒന്ന് വൃത്തിയാക്കിയിട്ടേക്കണേ. പിറ്റേ ദിവസം ആദ്യം ചെന്നപ്പോൾ നോക്കിയത് ബാത്റൂമാകട്ടോ. ബാത്റൂം കണ്ടപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നു. ആ സ്ത്രീയെ വിളിച്ച് ചോദിച്ചു, എന്താ സഹോദരി? ആ സ്ത്രീ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞ് ഞാൻ പറയാം കേട്ടോ, എൻ്റെ നിലവാരം അനുസരിച്ച് ഞാനത് ചെയ്യാൻ നിലവാരമില്ലാത്തൊരുത്തം വന്നായിരുന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഒരു ഗ്ലൗസ് പോലുമില്ല. അകത്തെ മുറിയിൽ കയറി അതിൻ്റെ കുറ്റിയിട്ടു, വെള്ളമെടുത്തു, മുഴുവനും കഴുകി. മലയാളം തിരിച്ചറിയാൻ ആരുമില്ലാത്തത് കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പേര് പറഞ്ഞേച്ച് പറഞ്ഞു, അദ്ദേഹം മരിച്ചു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. അതുകൊണ്ട് ഇന്ന് ഒരാരാധന കൂട്ടം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ, സ്നാനപ്പെട്ട് വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ ദേശത്തെ മൽക്കൻഗിരികൾ യേശുവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്താ എന്ന് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയുന്നു, കുഞ്ഞേ, നീ ബലഹീനനാണെന്ന് എനിക്കറിയാം, നിന്നെ ബലവാനാക്കാൻ ഞാൻ മതിയായവനാ. നീ ജ്ഞാനിയല്ല എന്ന് എനിക്കറിയാം, നിനക്ക് ബുദ്ധി തരാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. ക്രൂശിൽ പ്രശംസിപ്പാൻ ഇന്ന് രാത്രി നീ മനസ്സ് വെച്ചാൽ, ക്രൂശിന്റെ അരികിലേക്ക് നീ വരാൻ മനസ്സ് വെച്ചാൽ, ഹല്ലേലൂയ. സോ ഫീസ്റ്റ് ഫോർ ദ ഫെയിൽഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവർ പ്രാതൽ കഴിച്ച ശേഷം അവൻ ശീമോൻ പത്രോസിനോട്, ഇങ്ങോട്ടൊന്ന് വന്നേ പ്ലീസ്, ഇവരെക്കാളൊക്കെ അധികമായി, ഇതിനേക്കാളൊക്കെ അധികമായി നീ എന്നെ. എനിക്ക് തോന്നി കർത്താവിനെ റിക്രൂട്ട് ചെയ്യാൻ വലിയ കഴിവൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടർ സ്ഥാനം കൊടുത്താൽ എനിക്ക് തോന്നുന്നത് കർത്താവിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇട്ടേച്ച് പോയവനെ വിളിച്ചേച്ചു പറയുന്ന വാക്കല്ല, എൻ്റെ കുഞ്ഞാടുകളെ. കുറച്ച് മുമ്പ് തന്നെ ഒരു 7 പേരെ കൂട്ടി ഒരു ക്ലിക്ക് ഉണ്ടാക്കിയവനോട് പറയാ, കുഞ്ഞെ എൻ്റെ കാര്യം നോക്കാവോ എന്ന്. ഞാൻ ഇങ്ങനൊരു തലക്കെട്ടാ കുറിച്ച് കേട്ടോ, ഫയൽ ഫോർ ദ ഫീബിൾ. കർത്താവിന് നന്നായിട്ട് അറിയാം ഫീബിളാ, ഏബിളല്ല, ഫീബിളാ. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ. എൻ്റെ ആശയം തെറ്റാണെങ്കിൽ ദേവദാസന്മാരെ ക്ഷമിക്കണേ. വേറെ ഒരാളുടെ കുഞ്ഞാടിനെ നോക്കി വെച്ച് കൊള്ളാമെങ്കിൽ എൻ്റെ തരാമെന്നല്ല പറഞ്ഞേ. അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുന്ന അസിസ്റ്റൻ്റ് പാസ്റ്റർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ, അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ക്രമീകരണങ്ങൾ? പക്ഷെ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കുഞ്ഞാടുകളെ. 4 കാര്യം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുക, പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് രാത്രി ത്യജിക്കപ്പെട്ടോ? ചേർന്ന് നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഉപേക്ഷിക്കപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? കൂടെയുണ്ട്. ഇന്ന് രാത്രി കാലം അവൻ പഠിപ്പിച്ചതിനനുസരിച്ച് നിലവാരത്തിൽ ഉയർന്നില്ലെന്നുള്ള തോന്നലുണ്ടോ? വിഷമിക്കണ്ട, ഇനിയും വ്യാഖ്യാനിക്കാൻ അവൻ മനസ്സുണ്ട്. തോറ്റെന്ന് തോന്നുന്നുണ്ടോ? പ്രാതൽ കഴിക്കാൻ അവൻ്റെ. ഹല്ലേലൂയ. 4 കാര്യം: ഫെലോഷിപ്പ് ഫോർ ദ ഫ്രസ്ട്രേറ്റഡ്, ഫാക്കൽറ്റി ഫോർ ദ ഫൂളിഷ്, ഫീസ്റ്റ് ഫോർ ദ ഫെയിൽഡ് ആൻഡ് ഫയൽ ഫോർ ദ ഫീബിൾ. ഒരു 6:30 മണിയായപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുതായിട്ടൊന്ന് ഇരുണ്ട് കയറി വരുക കേട്ടോ. ശരിക്കും കാണാമോ എന്ന് ചോദിച്ചാൽ കാണാം, വ്യക്തമായി കാണാമോ എന്ന് ചോദിച്ചാൽ അത്രയും വ്യക്തതയില്ല.
ഒരു കളരി ആശാൻ തൻ്റെ കളരിശാല പൂട്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ആ തെങ്ങിൻ്റെ മറവിൽ എന്തോ ഒരു നിഴല് പോലെ. ആശാൻ നൊടിയിടയിൽ അവിടെ ചെന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പയ്യൻ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആശാൻ അവനെ കയ്യോടെ പിടിച്ചു. നീ എന്നാ ഇവിടെ നിൽക്കുന്നേ? അവൻ പറഞ്ഞു ചുമ്മാ വെറുതെ. അവൾ ആശാൻ പറഞ്ഞടാ വെറുതെ ആണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാടാ വരുന്നേ? പക്ഷെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ എന്തോ അവൻ സംസാരിക്കുന്നുണ്ട്. അവനോട് ചോദിച്ചു, മോനെ നിനക്ക് കളരി പഠിക്കാൻ ഇഷ്ടമുണ്ടോ? ഇതൊരു കഥയാകട്ടോ, ഇതിൻ്റെ ലോജിക്ക് വെച്ച് നിങ്ങൾ എന്നോട് ഇടപെടരുത്. അപ്പോൾ കളരി പഠിക്കാൻ ഇഷ്ടമുണ്ടോ ചോദിച്ചപ്പോൾ അവൻ മുൻപോട്ട് വന്ന് ആശാനോട് പറഞ്ഞു, ആശാനെ എന്നെ ഒന്ന് നോക്കിക്കുക. അപ്പോഴാശാൻ നോക്കി, വലത്തെ കൈ ഇല്ല. അപ്പം ആശാനോട് അവൻ പറയാ, ആശാനെ 2 കൈയുള്ളവർ അകത്ത് കിടന്ന് പരാക്രമം അടിക്കുന്ന കണ്ടേച്ച് നിൽക്കുന്നവനാ ഞാൻ. അപ്പം ഈ ഒറ്റക്കൈയനായി ഞാൻ അകത്ത് കയറിയാലോ? അതല്ലല്ലോ നിന്നോട് ചോദിച്ചത്, നിനക്ക് ഇഷ്ടമുണ്ടോ പഠിക്കാൻ? അകത്ത് കയറ്റി അവനെ ഒരടവ് പഠിപ്പിച്ചു. അവനോട് പറഞ്ഞു, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നീ പരിശീലിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരണം. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതിൻ്റെ അത്ര ഒത്തിട്ടില്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞ് പോവാം. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു. അന്നേരം പറഞ്ഞു, 100% പെർഫെക്ഷൻ വന്നിട്ടില്ല. പിന്നെ അവൻ വന്നിട്ടേ ഇല്ല കേട്ടോ. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആശാൻ അവൻ്റെ അടുത്തെത്തി. ഒറ്റക്കയ്യനെ തേടി ആശാൻ എത്തി. ആശാനെ കണ്ടപ്പോൾ അവൻ അതിശയിച്ചു, ആശാനെ എന്തിനാ വന്നേ? ശ്രദ്ധിച്ച് കേൾക്കണേ. ആശാൻ പറഞ്ഞു, മോനെ അനേക കളരിശാലകൾ തമ്മിലുള്ള മത്സരം നടക്കാൻ പോവുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്നെ വിടണമെന്നാ തോന്നിയേ. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആശാനെ ആകെ പഠിപ്പിച്ചത് ഒരടവ, അത് 100% പെർഫെക്ഷൻ അല്ലെന്നും പറഞ്ഞു. എന്നെ കൊല്ലാൻ വിടുവാണോ? സത്യം പറ, നീ പോണം. അവൻ പോയി. കഥയാണേ, ജയിച്ചു. തിരിച്ചു വരുന്ന വഴി മുഴുവനും ഒറ്റ സംശയമുള്ളൂ, ഞാൻ എങ്ങനെയാ ജയിച്ചതെന്ന്. ആശാന്റെ പാദപീഠത്തിങ്കൽ കൊണ്ടുവന്ന് കിട്ടിയ ട്രോഫി വെച്ചേച്ച് ഇടം കൈ കൊണ്ട് തൻ്റെ കാൽപാദം വന്നിച്ച് എഴുന്നേറ്റ് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ആശാനെ ഞാൻ എങ്ങനെ ജയിച്ചേ? ആശാൻ പറഞ്ഞു, മോനെ നീയെ ജയിക്കത്തുള്ളെന്ന് എനിക്കറിയാമായിരുന്നു. നീ പോലും അറിയാതെ നിന്നെ ഞാൻ പഠിപ്പിച്ചത് 18ാമത്തെ അടവാ. ആ ഡിവോഷൻ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ അതുപോലെ അങ്ങ് വായിക്കട്ടെ. നീ നിന്റെ ശത്രുവിനെ പൂട്ടും. പൂട്ടപ്പെട്ട ശത്രു തുറക്കണമെങ്കിൽ നിന്റെ വലത്തുകരത്തിൽ പിടിച്ചെങ്കിലേ. അടുത്ത വരി എന്നാ ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? ആ ഡിവോഷനിൽ ഭക്തനായ ദൈവദാസൻ കുറിച്ചിരിക്കുന്ന ഇങ്ങനെയാ, നിന്റെ ബലഹീനത അറിഞ്ഞ് ജയിപ്പിക്കാൻ കഴിയുന്ന ഒരാശാനേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ ബലഹീനത അറിഞ്ഞ് ഇന്ന് രാത്രി ജയിപ്പിക്കാൻ കഴിയുന്ന ഒരാശാനേ ഉള്ളൂ. കണ്ണുകളെ ഒന്നടച്ചേ. ബലഹീനനാണോ? ഇന്ന് രാത്രി ബലം അവൻ തരും. കുലഹീനനും നികൃഷ്ടനുമാണോ? വിഷമിക്കണ്ട കേട്ടോ. നീതിയുള്ളവൻ ശുദ്ധീകരിച്ച് ഇന്ന് രാത്രിയിൽ ദൈവശബ്ദത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ശുശ്രൂഷയുടെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഇനിയും ഈ കൺവെൻഷൻ അടുത്ത വർഷമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നമ്മിൽ എത്ര പേർ ഇനി അടുത്ത വർഷം ഈ ശുശ്രൂഷയിൽ ഭാഗമാകുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ നിത്യതയോടുള്ള ഹല്ലേലൂയ ബന്ധത്തിൽ അവിടേക്കൊരു യാത്രയ്ക്ക് ഒരുക്കപ്പെടുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി ഇത് തീരുവാൻ കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഐ ആം ഫ്രസ്ട്രേറ്റഡ്. പക്ഷെ ഞാൻ അറിയുന്നു നീ എൻ്റെ ചേർന്നുണ്ടല്ലോ. ഹല്ലേലൂയ. I am the foolish but the faculty is with me. Hallelujah. I am the fail but the feast is for me. I am the feeble but your file is with me. ഇടങ്കൈ ഇല്ലയോ? വലങ്കൈ ഇല്ലയോ? ഇടങ്കാലില്ലയോ? വലങ്കാലില്ലയോ? വിഷമിക്കണ്ട. നിന്റെ ബലഹീനത അറിഞ്ഞ് ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കരം ആ ബലവാന്റെ കരത്തിലോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ബലഹീനമായത് ബലവാന്റെ കരത്തിലേക്ക് കൊടുക്കാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ ശാന്തമായി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നിർബന്ധത്താലല്ല,
യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോ. കണ്ടാലും സർവ്വം പുതിയതാ. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോ. കണ്ടാലും സർവ്വം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസ. ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടും തൻ കുരിശും. ചേർന്ന് പാടിക്കാട്ടെ. ഹല്ലേലൂയ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. Blessed assurance, Jesus is mine. Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story. This is my story. This is my song, praising my Savior all the day long. This is my story. This is my song. Hallelujah. Praising my Savior all the day long. ഇന്ന് രാത്രി ഒരു കഥ പറയാനുണ്ടല്ലോ. വാടിയ മുഖത്തിൻ്റെ ഒരു കഥ. പക്ഷെ വാടിയ മുഖത്തിൻ്റെ കഥയേക്കാൾ പ്രസക്തമായ ഒരു വരിയുണ്ടല്ലോ. ചേർന്ന് നടക്കുന്ന ഒരു യേശു. ജീവിതത്തിൻ്റെ ബലഹീനത അറിഞ്ഞ് ചിലരൊക്കെ അകന്നു പോയില്ലയോ? ഇന്ന് രാത്രി ചേർന്ന് നടക്കുന്ന യേശുവിൻ്റെ സാമീപ്യം അടുത്തറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്. ഹല്ലേലൂയ. എൻ്റെ പാട്ടും എൻ്റെ പ്രശംസയും ഇത് മാത്രമാ. ഏതാണ് പ്രശംസ? എന്നെ ബലവാനാക്കിയ കർത്താവ്, ബുദ്ധിഹീനനായ എന്നെ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു തന്ന്, ഹല്ലേലൂയ, തോറ്റുപോയ എന്നെ പ്രാതൽ വിളമ്പി എന്നെ ചേർത്ത് നിർത്തിയ, സാധ്യതകളില്ലാത്ത എന്റെ കരത്തിലേക്ക് അവന്റെ ഫയല് തന്നെ എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച ആ 4 വരി ഒരിക്കൽ കൂടെ പാടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് പാടാം. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും
അറിയുമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം നാഥൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തോടുകയില്ല, പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, എന്നുമെന്നും പരിപാലകൻ താ. നീ മയങ്ങുകില്ല, നീ എന്നുമെന്നും എന്നുമെന്നും പരിപാലകൻ താ. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാട് തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാട് തൻ കുരിശും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ വീണ്ടും അടയ്ക്കാം. നാം കേട്ട ദൈവത്തിൻ്റെ വചനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, നമ്മെ തന്നെ മുറ്റുമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഒരു തീരുമാനത്തോടുകൂടി ഇന്ന് രാത്രിയിൽ മടങ്ങുവാനുള്ള അവസരമുണ്ടാകുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്നുമില്ലാത്ത എന്നെ, ഏതുമില്ലാത്ത എന്നെ ഇത്രത്തോളം സ്നേഹിച്ച് ഇത്രത്തോളം നന്മകളും അനുഗ്രഹങ്ങളും തന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും നമുക്ക് ചേർന്ന് അർപ്പിക്കാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പരിശുദ്ധനും ഉന്നതനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പരമപിതാവേ, പരിശുദ്ധ പാദപീഠ കടന്നു വന്ന പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധിയിൽ നിന്ന് ആരാധിപ്പാനുള്ള അവസരം ഞങ്ങൾക്ക് ദാനം തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കൺവെൻഷന്റെ കടശി രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട വചനം വാരി വിളമ്പി നൽകി തരുവാൻ അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രിയിൽ ഉപയോഗിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ഏതുമില്ലാത്ത ഞങ്ങളെ, ഒന്നുമില്ലാത്ത ഞങ്ങളെ തേടി ഈ താണലോകത്തിലേക്ക് വന്ന് സകലവിധമായിരിക്കുന്ന പാപത്തെ പേറി കർത്താവെ കാൽവരി കുശയാഗമായി തീർന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവെ, ഞങ്ങൾ നിരാശയിലാണ്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ പ്രത്യാശ നൽകുന്നവൻ നീയാകിയ നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവെ, ഞങ്ങൾ മടയത്തരം കാട്ടുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. പരാജയപ്പെട്ടു പോകുമ്പോൾ കർത്താവെ, പരാജയത്തിൽ വീണു പോകാതെ വിജയം നൽകി തരുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദുർബലരായ ഞങ്ങൾക്ക് കർത്താവെ, ബലഹീനരായ ഞങ്ങൾക്ക് ബലം തന്ന് ബലഹീനതയിൽ കർത്താവെ ശക്തി തന്ന് ബലവാനായ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം കർത്താവെ, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു കർത്താവെ, തകർക്കപ്പെട്ടവരായിരുന്നു കർത്താവെ. എന്നാൽ ഞങ്ങൾക്ക് തന്ന് കാൽവരി ക്രൂശ് തന്ന നല്ല വിജയത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ മുഴങ്ങപ്പെട്ട വചനം കർത്താവ്, 2 രാത്രിയിൽ മുഴങ്ങപ്പെട്ട വചനം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇടപെട്ടല്ലോ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദേശത്തോട് അത് ഇടപെട്ടല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സഭകളോട് ഇടപെട്ടല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. കേൾക്കപ്പെട്ട എല്ലാ വചനങ്ങളും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായിട്ട് അഭിഷക്തന് കർത്താവെ സംസാരിപ്പാൻ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാ നിറവിൽ നിർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. ക്രൂശിന് മറയിൽ മറച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവെ.
ഞങ്ങളുടെ ദാസനെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ. വിശേഷ കർത്താവ് നിന്റെ മകൻ ചെയ്യുന്ന പെനിയേലിന്റെ മിഷന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കായും നന്ദിയോടെ സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കുക. അവിടെ ഗാന ശുശ്രൂഷ നൽകി തന്ന ഞങ്ങളുടെ KTMC കൊയറിനെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ബ്ലസൻ ബ്രദറെ ഉപയോഗിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. അഭിഷേകത്തോടുകൂടെ നിന്റെ അഭിഷേകത്തിനെ ഉപയോഗിച്ചല്ലോ, ഞങ്ങൾക്ക് ഏവർക്കും ഗാനത്തിലൂടെ ആരാധന അർപ്പിപ്പാൻ തക്കവണ്ണം സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ KTMCയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ 3 രാത്രികാലം കർത്താവേ കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം വിവിധ സഭകളെ ക്രമീകരിച്ചുകൊണ്ട് ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു കുടുക്കയിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം നീ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവേ നേതൃത്വം കൊടുക്കുന്ന മക്കൾക്കായും നന്ദിയോടെ സ്തോത്രം കർത്താവേ. NECയുടെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുവൈറ്റ് പ്രദേശത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ സഭകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ 3 രാത്രിയിൽ ഞങ്ങൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രിയിൽ കർത്താവേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ കർത്താവേ ഇരട്ടി അനുഗ്രഹം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടുത്ത കൺവെൻഷൻ കൂടി വരും വരെയും നിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ രോഗ, പ്രയാസ, പ്രതികൂല, അപകട, അനർത്ഥങ്ങളിൽ നിന്നും കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെല്ലാം സംരക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സകല മാനം, മഹത്വം, പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇന്ന് കർത്താവ് കൺവെൻഷൻ അനുഗ്രഹത്തെ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായിട്ടും കർത്താവെ എല്ലാ ഫിസിക്കൽ അറേഞ്ച്മെന്റ്സിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കൊയറിനെ അനുഗ്രഹിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഏവരെയും ഒരുപോലെ മാനിക്കണം. രാത്രികാലം ശാന്തമായി വിശ്രമിപ്പാൻ സഹായിക്കണം. ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ അഭിഷിക്തന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിക്കുമാറാകണമേ. സഭാജനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഏവരെയും അനുഗ്രഹിക്കണം. രാത്രിയിൽ ദൈവകൃപാനുഭവം സഹായിക്കണം. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമാണ് എങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒന്നിച്ച് കാണുവാൻ സഹായിക്കണമേ. അതല്ലേ കർത്താവ് വരികയാണെങ്കിൽ നിന്നോടൊപ്പം ചേരുവാൻ തക്കവണ്ണം നീ ഞങ്ങളേവരെയും സഹായിച്ചാട്ടെ. സകല മാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ചോദിക്കുന്നത് കൃപ തോന്നി കേട്ട് ഉത്തരം തരുമാറാകണമേ. ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച ഏവരെയും കർത്താവ് അനുഗ്രഹിച്ചു തീരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നമ്മുടെ കൺവെൻഷന്റെ അതുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളോടൊപ്പം ഇതിന്റെ എല്ലാവിധമായ പ്രവർത്തകരോടൊപ്പം വചനം സംസാരിച്ച ഞങ്ങളുടെ ദാസനോടൊപ്പം ഗാന ശുശ്രൂഷ നൽകി തന്ന പ്രിയ മക്കളോടൊപ്പം എപ്പോഴും എന്നേക്കും കർത്താവിന് വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ.